പാതിരവായി നേരം പനി നേർക്കുളിരമ്പിളി എന്റെ മനസ്സിന്റെ മച്ചുമേലെന്തിനിന്നുറങ്ങാതലയുന്നു നീ. ആതിരം രാരം പാടി കടിഞ്ഞോൾ കനവോടെ താഴെ തണുപ്പിന്റെ കിക്കിളിപ്പായയിൽ ഉറങ്ങാതൊരുകുന്നു ഞാൻ. പാതിരവായി നേരം പനി നേർക്കുളിരമ്പിളി എന്റെ മനസ്സിന്റെ മച്ചുമേലെന്തിനിന്നുറങ്ങാതലയുന്നു നീ. മഞ്ഞു പൊതിഞ്ഞ മോഹം മിഴിമൂടിയ നാണം എന്നിലൊതുങ്ങി നിന്നെ എന്നെ ഞാനും മറന്നേ. ഗോവണിത്താഴത്തു വന്നേ ദാവണി സ്വപ്നവും കണ്ടേ. ഗോവണിത്താഴത്തു വന്നേ ദാവണി സ്വപ്നവും കണ്ടേ. നിന്നെ ഉറക്കാൻ ഞാൻ ഉണർന്നേ രാവിലെ കൂട്ടിരുന്നേ. പാതിരവായി നേരം പനി നേർക്കുളിരമ്പിളി എന്റെ മനസ്സിന്റെ മച്ചുമേലെന്തിനിന്നുറങ്ങാതലയുന്നു നീ. ആതിരം രാരം പാടി കടിഞ്ഞോൾ കനവോടെ താഴെ തണുപ്പിന്റെ കിക്കിളിപ്പായയിൽ ഉറങ്ങാതൊരുകുന്നു ഞാൻ. സൂപ്പർ ആയിരുന്നു, നന്നായി പാടി. നമുക്ക് ചോദിക്കാം ജഡ്ജസിന്റെ അടുത്ത് എങ്ങനെയുണ്ടെന്ന്. ഹരിച്ചേട്ടാ. ദേവന ഓ നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഈ സോങ് മോളുടെ ഒരു സേഫ് സോൺ സോങ് ആണ്, പക്ഷെ മോള് നന്നായിട്ട് പാടി. താങ്ക് യു സർ. നല്ല ആ സോങ്ങിന് വേണ്ട ഒരു ഫീലുണ്ട്. മിൻമിനി ചേച്ചി അടിപൊളിയായിട്ട് പാടിയൊരു പാട്ടാണ്. അപ്പോൾ മോള് ഈ പറഞ്ഞ പോലെ പിച്ച് ഔട്ട്സ് ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ. ലാസ്റ്റ് ഒന്ന് കുറച്ച് ഡ്രൈ ആയി ത്രോട്ട്. ബട്ട് ഓവറോൾ എനിക്ക് ആ ഒരു ഫീൽ കിട്ടി മോളുടെ ആ ഒരു സിംഗിങ്ങിൽ. ഈ പാട്ടിന് വേണ്ട ഒരു ഫീലുണ്ട്. അതൊക്കെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. നൈസ് പെർഫോമൻസ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. ദേവന ഓ നന്നായിട്ട് പാടി മോളെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയായത്. മാഷിന് പച്ചക്കറി തോരൻ, ഇത് എനിക്ക് ചിക്കൻ കറി. എന്ത് ചിക്കൻ കറി? ചിക്കൻ കറിയാ കൊണ്ടുപോയി കളടോ. അവിടുന്ന് തുടങ്ങാണ്. ഓ അപ്പുറം എന്ത് കൾട്ട് ഡയലോഗ് അല്ലേ. ഇതല്ല ഇതിന്റെ അപ്പുറവും അങ്ങനെ എല്ലാം കൾട്ട് ഡയലോഗ്സ് ഉള്ള സിനിമ. മോള് നന്നായിട്ട് പാടി. ഫസ്റ്റ് പല്ലവിയില് അങ്ങനെ ഇടിച്ചിടിച്ചാ പാടിയത്. ഇനി റിപ്പീറ്റിൽ ഇനി ഇതന്നെയാണോ പാടാൻ പോണത്, പക്ഷെ റിപ്പീറ്റ് മോള്
കൃത്യമായിട്ട് അങ്ങനെ ഇടിക്കാതെ പ്ലെയിനായിട്ട് നല്ല രീതിയിൽ പാടി. ആ ഒരു ഇടി വേണമെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ മോളുടെ ശബ്ദത്തിന് ചേർന്നൊരു സോങ്, അത് ആ ഒരു കാര്യത്തിൽ സോങ് സെലക്ഷന് നമുക്ക് ഒരു കയ്യടി കൊടുക്കാം. പിന്നെ നിന്നെ ഉറക്കാൻ ഞാൻ ഉണർത്തി ആ ഹൈ പോകുന്ന ഭാഗം പിന്നെ അനുപല്ലവിയുടെ എൻഡിൽ അത് മാത്രം ഒന്നും തൊടാൻ പറ്റില്ല. പക്ഷെ അനുപല്ലവിയിൽ അത് കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തു. പക്ഷെ ചരണം വന്നപ്പോൾ അത് ഏകദേശം കറക്റ്റായിട്ട് തന്നെ വീണു. അവസാനം മോള് കൊണ്ടുപോയി മറ്റേ പല്ലവി എൻഡ് ചെയ്തത് അത് അടിപൊളിയായിരുന്നു കേട്ടോ. മറ്റേ ത്രോട്ട് ഡ്രൈ ചെയ്ത് പോട്ടെ, അത് കാര്യമാക്കണ്ട കേട്ടോ. അത്രേ ഉള്ളൂ പോലെ, നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. രേവ ചേച്ചി. ഹായ് ദേവന, ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഓർമ്മയുണ്ടോ? നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് അല്ലേ? ഞങ്ങൾ വേറൊരു ഷോയിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അപ്പൊ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു സ്റ്റേജിലൊക്കെ നിന്ന് ഭയങ്കര പെർഫോം ചെയ്ത് ഭയങ്കര പഴക്കമുള്ള ഒരാളാണ് ദേവന അല്ലേ? അടിപൊളിയായിട്ട് മോള് പാടി. എസ്പെഷ്യലി എനിക്ക് മോള് പല്ലവി റിപ്പീറ്റ് ചെയ്ത് പാടില്ലേ, ആ സമയത്ത് ആ പാട്ടിലേക്ക് മോൾ ശരിക്കും വിന്നായി. നല്ല രസം, ചെറിയൊരു ത്രോട്ടിന് ഇത് വന്നെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ. ഓവറോൾ അടിപൊളിയായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ദേവ്ന, ഓ പിന്നെ നമുക്ക് മാർക്സിലേക്ക് പോയാലോ? റെഡി അല്ലേ ഹരിചേട്ടാ? മോൾക്ക് ഇന്നത്തെ പെർഫോമൻസിന് ഐ എം ഗിവിംഗ് യു 8.5. താങ്ക് യു സർ. താങ്ക് യു ഹരിചേട്ടാ. ഷാനിക്ക. ദേവന 8.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി 8.5 plus 0.5. 9. താങ്ക് യു സർ. താങ്ക് യു മാം. 26 മാർക്സ് ആണ് ദേവനക്ക് കിട്ടിയിട്ടുള്ളത്. സൂപ്പർ. പക്ഷേ ഷാനിക്ക, എനിക്ക് ഒരു കാര്യം പറയണ്ടേ. നമ്മളിവിടെ ഡുവറ്റ് സോളോ ഒക്കെ കുട്ടികളുടെ ഇടയിൽ നടത്താണ്. പാരന്റ്സിന്റെ ഇടയിൽ 1 ഡുവറ്റ് ഒക്കെയാ താഴെ നടക്കുന്നേ. ഞാൻ നോക്കുമ്പോ നമ്മുടെ വൈഗയുടെ അച്ഛനും ദേവനയുടെ അമ്മയും എല്ലാരും കൂടെ ഒക്കെ ഇരുന്നിട്ട് അവിടെ ഭയങ്കര ഡുവറ്റ് പാട്ട് പരിപാടികളൊക്കെ. വേറെ റിയാലിറ്റി ഷോ തുടങ്ങി. അതിനിടയിൽ താഴെ സൂപ്പർ സ്റ്റാർ സീനിയേഴ്സ് എന്ന് പറയുന്ന ആരൊക്കെയാണ് ജഡ്ജസ്? ദേവനയുടെ അമ്മ ഒന്ന് സ്റ്റേജിലേക്ക് വരുമോ? എന്താണ് നിങ്ങൾ താഴെ ഭയങ്കര ഡുവറ്റ് പാട്ടുകളൊക്കെ, ഇവിടെ കുട്ടികളുടെ കോമ്പറ്റീഷൻ കൂടാതെ നിങ്ങളുടെയൊക്കെ കോമ്പറ്റീഷൻ താഴെ നടക്കുന്ന ഞങ്ങൾ അറിഞ്ഞല്ലോ. ഒരു രസമല്ലേ? ഒരു രസമല്ലേ? എന്നാ പിന്നെ ആ രസം ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് കേൾക്കണം. ഇവരെയും കൂടെ കേൾപ്പിക്കാനാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വിളിച്ചത്. ആയിക്കോട്ടെ, സന്തോഷം. വെറും പാട്ടല്ല, നല്ലൊരു കിടിലൻ നാടൻ പാട്ട്. സ്റ്റേജ് ഒക്കെ ഇങ്ങനെ കയ്യിലെടുക്കും. ഇപ്പൊ കാണാം നമുക്ക്. ഓക്കെ, റെഡി? തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴി മുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട്. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴി മുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട്. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ.
അമൃത ടിവിയുടെ ഒരു അഭ്യർത്ഥനയുണ്ട്. ആ. എത്രയും പെട്ടെന്ന് സൂപ്പർ സ്റ്റാർ സീനിയർ തുടങ്ങിയിട്ട് അതിനകത്ത് ചേച്ചി ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് വരണം. എന്തുവാ എന്റെ ചേച്ചി, ഞങ്ങള് ഇങ്ങനെ ഓക്കെ പടം ഇത് അങ്ങ് സ്റ്റേജ് അങ്ങ് നിന്ന് കത്തായിരുന്നില്ല. അതേപോലെ സ്റ്റേജ് ഇങ്ങനെ ഇപ്പൊ കയ്യിലെടുക്കുന്നു ചേച്ചി. അടിപൊളി കേട്ടോ, നല്ല ശബ്ദം, സൂപ്പർ ആയിരുന്നു ചേച്ചി. താങ്ക് യു സർ. സ്റ്റേജിൽ പാടാറുണ്ടോ? ഓ അതാണ്, അപ്പൊ പെർഫോമർ ആണ്. അതെ, അത് അവസാനമായപ്പം യെസ്, ഓഡിയൻസിന്റെ ഒക്കെ ഒരു ആചാര്യന്റെ അടുത്ത് നാലാമത്തെ നിർത്തിക്കൊള്ളും. നമ്മൾ പറയുന്ന സ്റ്റേജ് പ്രസൻസ്, അതാ. മറ്റേ ക്രൗഡിനെ നോക്കി. അതെ അതെ See. അതാണ്. ചേച്ചി വന്ന് പുഷ്പം പോലെ ചെയ്തു. പിന്നല്ല. അതെ, അടിപൊളി. എല്ലായിടത്തും ഐ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അതെ. ഓക്കെ ചേച്ചി, അടിപൊളി പെർഫോമൻസ്. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു, ഒത്തിരി സന്തോഷം. ഈ ഫ്ലോറിലേക്ക് ഇങ്ങനെ വന്ന് പാടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അടിപൊളി. അപ്പൊ എന്തായാലും ഈ ഒരു കിഡിലൻ പെർഫോമൻസോട് കൂടി നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ എന്നാ ഇങ്ങോട്ട് പോട്ടെ. ഓക്കെ, ബൈ. ബൈ.